ഈ വലിയ സ്വപ്നം മലയാള സിനിമയ്ക്ക് വേണ്ടി കാണുകയും അതിനെ സത്യമാക്കുകയും ചെയ്ത വലിയൊരു ടീമുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടനുണ്ട്, രാജു ഉണ്ട്, മുരളി ഗോപിയുണ്ട്. നമുക്ക് പറയാം വലിയ ക്രൗഡാണ് കേട്ടോ. ഈ സിനിമ കഴിഞ്ഞിട്ട് വലിയ ക്രൗഡാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. വലിയ ക്രൗഡ് ഇവിടെ എന്തുമാത്രം ആരാധകരാണ് ഈ സിനിമയെ സ്നേഹിക്കുന്ന ആരാധകർ. ലാലേട്ടൻ ആ മുണ്ട് മടക്കി വരുന്ന സീനുണ്ടല്ലോ, ആ സാധനമൊക്കെ നമുക്ക് വേറൊരു ലെവലല്ലേ. ഇതിൽ കുറച്ചുകൂടി ഒരു സ്റ്റൈലിഷ് സാധനമാണ്. എബ്രഹാം ഖുറൈഷി സെറ്റപ്പാണ് ഇതിൽ. നമ്മൾ ഇന്നേ വരെ മലയാളത്തിൽ കാണാത്ത രീതിയിലുള്ള മേക്കിങ്ങും ക്വാളിറ്റിയും പരിപാടികളൊക്കെയാണ് എന്തായാലും. ശരിക്കും ഈ സിനിമയുടെ ഭാഗമായിട്ടുള്ള നമ്മൾ പറയുന്നതിനേക്കാളും കണ്ടിറങ്ങിയ മറ്റു പ്രേക്ഷകർ പറയുന്നത് കേൾക്കാൻ ഞങ്ങൾക്കാണ് ആഗ്രഹം. എന്താണ് അവർ പറയുന്നത്? എല്ലാവരും അടിപൊളി, ഞങ്ങളെ ലോകമെമ്പാടും എത്തിച്ചു എന്നാണ് പറയുന്നത്. സന്തോഷം. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ 6 മണിയുടെ ഷോ, ഈ ഫസ്റ്റ് ഷോ ലാലേട്ടനെ ഇഷ്ടപ്പെടുന്ന, രാജുവേട്ടനെ ഇഷ്ടപ്പെടുന്ന, ഞങ്ങളെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ആളുകളുടെ കൂടെ ആ തിങ്ങി നിറഞ്ഞ തിയേറ്ററിൽ ഫുൾ ആവേശത്തിൽ ആ രോമാഞ്ചത്തിലിരുന്ന് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് വന്നു, അത് സാധിച്ചു. ഞാൻ ലൂസിഫറിൻ്റെ ഫസ്റ്റ് ഷോയ്ക്ക് ഇതുപോലെ വന്നു. അത് ഞാൻ ഒരിക്കലും മറക്കാത്ത ഒരു എക്സ്പീരിയൻസ് ആണ്. അതുപോലെ തന്നെ ഒരു മറക്കാത്ത എക്സ്പീരിയൻസ് ആയിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ നിന്ന് മടങ്ങുന്നത്. ഒരുപാട് സന്തോഷം ഈ സിനിമയുടെ ഭാഗമായതിന്. അല്ല, സിനിമയിൽ ഭാഗമായതിലുള്ള അഭിമാനത്തിലാണ് ഞങ്ങളൊക്കെ ഉള്ളത്. സിനിമ കണ്ട് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് ആ സിനിമയുടെ അന്തിമ വിധി എന്നും പ്രേക്ഷകരുടെ കയ്യിലാണ്. അത് പ്രേക്ഷകർക്കൊക്കെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ വലിയ സ്വപ്നം മലയാള സിനിമയ്ക്ക് വേണ്ടി കാണുകയും അതിനെ സത്യമാക്കുകയും ചെയ്ത വലിയൊരു ടീമുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടനുണ്ട്, രാജു ഉണ്ട്, മുരളി ഗോപിയുണ്ട്. അപ്പോൾ ഇതിനെല്ലാ പിന്തുണയും കൊടുത്ത ആന്റണി ചേട്ടനുണ്ട്, ഗോപാലൻ സാറുണ്ട്. പിന്നെ ഈ സിനിമയിൽ ഭാഗമായിട്ടുള്ള എല്ലാവരും. നമുക്ക് പറയാം വലിയ ക്രൗഡാണ് കേട്ടോ. ഈ സിനിമ കഴിഞ്ഞിട്ട് വലിയ ക്രൗഡാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. വലിയ ക്രൗഡ് ഇവിടെ എന്തുമാത്രം ആരാധകരാണ് ഈ സിനിമയെ സ്നേഹിക്കുന്ന ആരാധകർ. മലയാള സിനിമ ഏറ്റവും വലിയ സിനിമ കാരണങ്ങളുണ്ട്. എനിക്ക് ഒരുപാട് പെട്ടെന്ന് കാണുന്നതിൽ ആഗ്രഹമുണ്ട്, പ്രതീക്ഷയുണ്ട്. പക്ഷേ എൻ്റെ സുഹൃത്തിൻ്റെ വിഗ്രഹങ്ങളുണ്ട്. മോഹൻലാലിനെ എൻ്റെ മോന് നല്ല എനിക്കൊന്ന് സിനിമ കണ്ടുകൊടുക്കുന്ന ചേച്ചിയുടെ കണ്ണ് നിറയുന്നത് ഞാൻ കണ്ടിരുന്നു. ആ ഒരു മൂമെന്റ് ഒന്ന് അല്ല, തീർച്ചയായിട്ടും ഇടയ്ക്കിടയ്ക്ക് എല്ലാം ഓർമ്മ വരും. ഞാനും എൻ്റെ മക്കളും എൻ്റെ സുഹൃത്തിൻ്റെ രീതിയിൽ നമ്മളിങ്ങനെ റിവൈൻഡ് ചെയ്ത് ഓർക്കുമല്ലോ. എന്തായാലും ഒത്തിരി സന്തോഷം ചേച്ചി, ഒത്തിരി സന്തോഷം. തകർപ്പൻ പെർഫോമൻസ് കാണാൻ പറ്റാതെ മലയാളികൾ ഒരുപാട് പേര് പ്രതീക്ഷയോടെ കൂടെ വെയിറ്റ് ചെയ്തൊരു സിനിമയായിരുന്നു ഇത്. ഒരു മലയാളത്തിന്റെ ഇന്റർനാഷണൽ ലക്ഷദ്വീപിൽ നിന്ന് കപ്പൽ കയറി വന്നത് വെറുതെ ആയില്ല എന്ന് തന്നെയാണ് നമ്മുടെ സിനിമ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ലോകത്ത് എല്ലായിടത്തും നമ്മൾ എത്തിച്ചു അല്ലേ. ലക്ഷദ്വീപിലേക്ക് നമ്മൾ പോകാമായിരുന്നു. ലക്ഷദ്വീപിലൊക്കെ ഇതിനെ കുറിച്ച് ചർച്ചയായിരുന്നു. ഞങ്ങളൊക്കെ ആരാണ് ആ തിരിഞ്ഞ ആള്, വ്യാളി ആരാണ്, നിങ്ങൾ കടപ്പുറത്ത് ഞങ്ങളുടെ കടൽത്തീരത്തിരുന്ന് എമ്പുരാൻ തന്നെയായിരുന്നു ചർച്ച. തീർച്ചയായിട്ടും ആ ഒരു വന്നത് വെറുതെ ആയില്ല. അടുത്ത ഷോക്ക് കൂടി ടിക്കറ്റ് ഒരു ഷോ കൂടി ലക്ഷദ്വീപിലുള്ളവരെ ഇങ്ങോട്ട് യാത്ര ചെയ്യും. രാജോട്ടൻ പറഞ്ഞതിന്റെ അനുഭവം. എനിക്ക് ഏറ്റവും വലിയ സന്തോഷം
ലക്ഷദ്വീപിൽ നിന്ന് ഡയറക്ടർ സിനിമയാണ് ലക്ഷദ്വീപിൽ നിന്ന് കഴിഞ്ഞ ദിവസം എത്തിയ ഒരു സുഹൃത്താണ്. അദ്ദേഹം സിനിമയെ കുറിച്ച് പറയുന്നത് അത്രമാത്രം ഇഷ്ടപ്പെട്ടു സിനിമയെന്നാണ് അദ്ദേഹം പറയുന്നത്. ലക്ഷദ്വീപിൽ ഇനി പെരുന്നാൾ കഴിഞ്ഞ ഒഴുക്കായിരിക്കും. മലയാള സിനിമ അത്രമാത്രം ഇഷ്ടപ്പെടുന്ന പാട്ടിലായിരുന്നു യാതൊരു സംശയമില്ല. മലയാള സിനിമയ്ക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന ഏറ്റവും വലിയ പടം നൈസാണ്. ഒരു മലയാളത്തിലെ ഒരു ഇന്റർനാഷണൽ മലയാളത്തിന്റെ ഒരു ചെറിയ ഹോളിവുഡ് പടം മലയാളത്തിൽ നമ്മൾ ഇന്നേ വരെ കാണാത്ത രീതിയിലുള്ള മേക്കിംഗ്, പ്രൊഡക്ഷൻ ക്വാളിറ്റി, കുറേ ലൊക്കേഷൻസ്, അങ്ങനെ ഒരു എന്താ പറയാ മലയാളത്തിലെ ഒരു ചെറിയ വലിയ ഇന്റർനാഷണൽ സസ്പെൻസ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ മറ്റേ വ്യാളി അതാരാന്നുള്ള സാധനമൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ തിയേറ്ററിൽ തന്നെ കണ്ടറിയാം. നമ്മൾ പറയുന്നത് ശരിയല്ല. ആ സാധനമൊക്കെ ഉണ്ട്, സസ്പെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനു വേണ്ടി ലക്ഷദ്വീപിൽ ഞാൻ ഇതിനു വേണ്ടി ലക്ഷദ്വീപിൽ നിന്ന് സിനിമ കാണാൻ വേണ്ടി വന്നതാണ്. പിന്നെ സിനിമ കാണാൻ വേണ്ടി വന്നതാണ്. ഇനി തിരിച്ചു പോകും. ഇനിയിപ്പോൾ മറ്റന്നാൾ 2 ദിവസം തിരിച്ചു പോകും. കൂട്ടുകാരെ കൂടി ഒന്ന് എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ വന്നതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ആൾക്കാരൊക്കെ ഞങ്ങളിപ്പോൾ അല്ലെങ്കിൽ തന്നെ ചർച്ച എംബ്രാനൊക്കെ ആയിരുന്നു. അപ്പോൾ ഒരു മാസം കുറേ കാലത്തെ വെയിറ്റിംഗ് അല്ലേ. അപ്പോൾ അത് കഴിഞ്ഞ് വന്ന് കണ്ടു. അവിടെ നിന്ന് ഇവിടെ വരാനായിട്ട് നഷ്ടമില്ല. ഇല്ല, എനിക്ക് ലൂസിഫറിന്റെ അത്ര ഒരു അത്ര വന്നില്ലെങ്കിലും ഒരു കൊള്ളാം. മേക്കിംഗ് കാര്യങ്ങളൊക്കെ കൊള്ളാം. പക്ഷേ ലൂസിഫറിൽ നമുക്ക് ഒരുപാട് റൊമാൻറ്റിഫിക്കേഷൻ സീൻസും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ കുറച്ചുകൂടി ഒരു എബ്രഹാം ഖുറൈശി സ്റ്റഫാണ് ഇതിൽ. ലാലേട്ടൻ ആ മുണ്ട് മടക്കി വരുന്ന സീനുണ്ടല്ലോ, ആ സാധനമൊക്കെ നമുക്ക് വേറൊരു ലെവലല്ലേ. ഇതിൽ കുറച്ചുകൂടി ഒരു സ്റ്റൈലിഷ് സാധനമാണ്. എബ്രഹാം ഖുറൈശി സെറ്റപ്പാണ് ഇതിൽ. മേക്കിംഗ് കണ്ടിട്ട് എത്ര കോടി ഉണ്ടാവും? മേക്കിംഗ് കണ്ടിട്ട് എന്തായാലും ഒരു 100-150 കോടി ഉണ്ടാവും. പൃഥ്വിരാജ് പറഞ്ഞ പോലെ എന്തായാലും 100 കോടിയുടെ കളിയാണ്. എന്തായാലും സംഭവം പറഞ്ഞാൽ കോടികളുടെ കളിയാണ്. നമ്മൾ ഇന്നേ വരെ മലയാളത്തിൽ കാണാത്ത രീതിയിലുള്ള മേക്കിങ്ങും ക്വാളിറ്റിയും പരിപാടികളൊക്കെയാണ്. എന്തായാലും സംഭവം പറഞ്ഞാൽ അങ്ങനെയാണ്. പിന്നെ ഫാൻസ് എന്തായാലും ഇനി കണ്ടു നോക്കട്ടെ. എന്തായാലും കണ്ടു നോക്കുക. എനിക്ക് പേഴ്സണലി സാറ്റിസ്ഫൈഡ് ആണ്, വാച്ചബിൾ ആണ്. ലൂസിഫറിന്റെ തട്ട് തന്നെ ആയിരിക്കും. 3ക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. 3ക്ക് വേണ്ടി തീർച്ചയായിട്ടും 3ക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. പിന്നെ എന്താ 3ൽ എന്താ കാണിക്കാൻ പോകുന്നത് നമുക്കിനി കണ്ടറിയണം. ഇപ്പോൾ പറഞ്ഞ പോലെ ഈ ലൂസിഫറിൽ നമുക്ക് സെക്കൻഡ് പാർട്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ള നമ്മൾ അറിയില്ലല്ലോ. പക്ഷേ ഇതിൽ ആൾറെഡി ഇവർ പറഞ്ഞിരുന്നു സെക്കൻഡ് കാണുമ്പോൾ 3ലേക്കുള്ള ലീഡിങ് ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ അത്തരത്തിൽ 3ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം. പൃഥ്വിരാജ് എന്താ കാണിക്കാൻ പോകുന്നത്? പൃഥ്വിരാജ് പറഞ്ഞത് ഇത് ചെറിയ പടമാണ്, പക്ഷെ 3 വലിയ പടമാണ് പറയണത്. അപ്പൊ അതുകൊണ്ട് എന്താ 3ക്ക് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്താ കാണിക്കാൻ പോകുന്നത് നമുക്ക് കാണാം. രസമുള്ള ഒരു എൻഡിങ് ഒക്കെ രസമുണ്ട്. കണ്ടറിയണം ഇനിയിപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത്. എന്തായാലും ഇനിയുള്ള നാളുകളിൽ ബോക്സ് ഓഫീസ് കഥ പറയട്ടെ. ചേച്ചി സിനിമയിൽ ആക്ട് ചെയ്തിട്ടില്ലേ? അതെ. തുപ്പാക്കിയില് വിജയ് സാറിന്റെ കൂടെ അഭിനയിച്ചിട്ടുള്ള ആളാണ്. അതെ, മുരുകദാസ് സാറിന്റെ കൂടെ. പിന്നെ ലാലേട്ടന്റെ ബെസ്റ്റ് ഫ്രണ്ട് സന്തോഷ് ശിവന്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ലാലേട്ടൻ മാത്രം കിട്ടത്തില്ല. ലാലേട്ടന്റെ കൂടെ അഭിനയിക്കാൻ അവസരം കിട്ടിയിട്ടില്ല. ബാക്കി വിജയ് സാറിന് കൂടെ ഉൾപ്പെടെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സിനിമ കാണാൻ വേണ്ടി വരുമ്പോ ലാലേട്ടന്റെ ഒരു ബിഗ് ഫാൻ എന്ന നിലയ്ക്ക് എന്താണ് ഒരു എക്സ്പെക്ടേഷൻ? കുറെ നാളായിട്ട് ഞങ്ങൾക്ക് എക്സ്പെക്ടേഷൻ വേണ്ട. എനിക്ക് മോഹൻലാൽ എന്നൊരു പേര് മതി. അത് മാത്രം മതി. ലാലേട്ടനെ കുറെ അധികം നാളുകളായിട്ട് ഞങ്ങൾ മലയാളികൾക്ക് കുറച്ചെങ്കിലും മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇതൊരു തിരിച്ചുവരവായിരിക്കുമോ ലാലേട്ടന്റെ? ലാലേട്ടൻ അങ്ങ് പോയിട്ടില്ലല്ലോ. തിരിച്ചു വരാൻ എല്ലാം ഫുൾ ഇൻഡസ്ട്രി പുള്ളിയുടെ തോളലാണ്. അപ്പൊ ആ പുള്ളിക്കാർക്ക് എങ്ങും പോകാൻ പറ്റത്തില്ല. പൃഥ്വിരാജും ലാലേട്ടനും തമ്മിലുള്ള ഒരു കോംബോയിലുള്ള ഒരു എക്സ്പെക്ടേഷൻ എന്താ? എക്സ്പെക്ടേഷൻ ഇത് തന്നെയല്ല. എല്ലാ എക്സൈറ്റ്മെന്റ്. പിന്നെ FDFS കിട്ടത്തില്ലെന്ന് വിചാരിച്ചില്ലായിരുന്നു. പക്ഷേ അത്രയും മാത്രം ഹൈപ്പ് ആയതുകൊണ്ടാണ് ഒരു ടിക്കറ്റ് പോലും കിട്ടാഞ്ഞത്. അപ്പൊ ഇത് തന്നെ എല്ലാ എക്സ്പെക്ടേഷൻ ആയിരുന്നു. L3ക്ക് ഇതിനെക്കാട്ടിലും തകർക്കുമെന്നാ തോന്നുന്നത്. ലാലേട്ടന്റെ വലിയ ഫാൻ ഗേളാണ്. വിജയുടെ കൂടെ അവരെ അഭിനയിച്ചിട്ടുണ്ട്. ബോംബെയിൽ നിന്ന് ഇവിടം വരെ വെളുപ്പിനെ യാത്ര ചെയ്ത് വന്നതാണ്. ഇന്നലെ തന്നെ വന്നതാണ്. ഇൻ കേസ് പടം കാണാൻ പോകുമ്പോൾ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിട്ടൊരു നിരാശയാണ് ഉണ്ടാകുന്നതെങ്കിൽ എങ്ങനെ പ്രതികരിക്കും? ഇല്ല, അത് പ്രതികരിക്കാനൊന്നും ഇല്ല. ലാലേട്ടൻ സ്ക്രീനിൽ കണ്ടാൽ തന്നെ നമുക്ക് തൃപ്തിയാണ്. അതിന്റെ മുമ്പേ ഒന്നും ഇല്ല ഞങ്ങൾക്ക്. ഇല്ല. ഓക്കെ, താങ്ക് യു. താങ്ക് യു. എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടുണ്ട്. ലൂസിഫറിനേക്കാളും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു.
പിന്നെന്താ പറയണ്ടത്? ഇപ്പോൾ മലയാളത്തിൽ കുറേ നാളുകൾക്ക് ശേഷം ഇത്ര ആരവത്തോടെ ഇത്ര ഇത് നമ്മൾ സ്ഥിരം ഇവിടെ വരാറുണ്ട്, പക്ഷെ ഇത്രയ്ക്കും ഒരു വൈബ് ഈ ഒരു ഫിലിമിൽ കിട്ടുന്നത് കാണുന്നത് തന്നെ ആദ്യമായിട്ടാണ്. നല്ല പെർഫോമൻസ് ആണ്. മേക്കിംഗ് എങ്ങനെ നമ്മളൊരു ഒരുപാട് കാര്യങ്ങളിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് പൃഥ്വിരാജിന്റെ ചെറുപ്പമൊക്കെ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. അടിപൊളിയായിട്ട്. ലൂസിഫർ 3 വേണ്ടി വെയിറ്റിംഗ് ആണ്. സോറി, ലൂസിഫർ 3 വേണ്ടി വെയിറ്റിംഗ് ആണ്. വെയിറ്റിംഗ് ആണ്. അതുപോലെ തന്നെ ഫാൻ ഷോ തന്നെ ആയിരിക്കുമല്ലേ? എങ്ങനെ ഫാൻ ഷോ തന്നെ വന്ന് കാണുമോ? ഞങ്ങൾ ഫസ്റ്റ് ഷോ തന്നെ കാണും. ഫസ്റ്റ് തന്നെ എങ്ങനെ സസ്പെൻസ് ഉണ്ടോന്ന്? സസ്പെൻസ്. ഹൈപ്പ് വേണ്ട, സ്പോയിലർ പറയണ്ട. താങ്ക് യു. പിന്നെ പറയാനുണ്ടോ? അടിപൊളിയായിട്ടുണ്ടോ? ഒന്നും പറയാനില്ല. ലൂസിഫർ ഒരുപാട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. വീട്ടിലാണ് ഒന്നും പറയാനില്ല ഏട്ടാ. എനിക്ക് ഇങ്ങനെ ഒന്നും പറയാനറിയാൻ തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? അത് പിന്നെ എല്ലാവരും പോയിരുന്ന് കണ്ടുകൊണ്ട് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വേറെ ഏതോ രണ്ടും അടിപൊളിയാണ്. ഒന്നും പറയാനില്ല, വേറെ ലെവലാണ് ഏട്ടാ. ഫസ്റ്റ് ഇപ്പോൾ ഞാൻ ഈ സിനിമയുടെ കോസ്റ്റ്യൂം ഡിസൈനാണ്, അപ്പോൾ എനിക്ക് അതിനെ വലിയ രീതിയിൽ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. സോ ഐ ഹോപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. തിയേറ്റർ പ്രതികരണം എന്നൊക്കെ പറയുന്നതൊക്കെ നമുക്ക് അവിടെ കാണുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ആൾക്കാർ ഇഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിലാണ് നമ്മൾ കാണുന്നത്. ഡയറക്ടർ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, എല്ലാം ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റ് ചെയ്തപ്പോൾ എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് എങ്ങനെയൊക്കെയായിരുന്നു കിട്ടിയിരുന്നത്? ഇപ്പോൾ ഖുറൈശി അബ്രഹാം അല്ലെങ്കിൽ സ്റ്റീഫൻ നെടുമ്പള്ളി അങ്ങനെ ഓരോ ക്യാരക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എത്രത്തോളം അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? ഇപ്പോൾ പൃഥ്വിരാജ് ഈ സിനിമയെ കുറച്ചും കൂടെ എല്ലാ കാര്യവും സ്റ്റഡി ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ ഓരോ ക്യാരക്ടേഴ്സും എങ്ങനെയാണെന്നുള്ളതിനെ പറ്റിയൊക്കെ അദ്ദേഹത്തിന് കൃത്യമായ ധാരണയുണ്ട്. അപ്പോൾ അതിനെ എൻഹാൻസ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ജോലി. അത് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഉറപ്പായിട്ടും ഖുറൈശി അബ്രഹാമാണ്. കാരണം സ്റ്റീഫൻ നെടുമ്പള്ളി നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. അങ്ങനത്തെ ക്യാരക്ടേഴ്സൊക്കെ നമുക്ക് കുറച്ചുകൂടെ അറിയാം, എല്ലാവർക്കും അറിയാമല്ലോ എന്താണെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വേറെ തലങ്ങൾ, വേറെ ടെറിട്ടറീസ്, ഫോർ എക്സാമ്പിൾ നമ്മൾ US കാണിക്കുന്നത്, UK കാണിക്കുന്നത്, അല്ലെങ്കിൽ സെനഗൽ കാണിക്കുന്ന പോർഷൻസൊക്കെ നമുക്ക് ഉറപ്പായിട്ടും പുതിയ കാര്യങ്ങളാണ്. അപ്പോൾ അവിടെയാണല്ലോ ഖുറൈശി അബ്രഹാം കൂടുതലും വരുന്നത്. അപ്പോൾ ആ സീനുകളിലേക്കുള്ള വർക്കാണ് നമുക്ക് കുറച്ചുകൂടെ താരതമ്യേന ബുദ്ധിമുട്ട്. ഉറപ്പായിട്ടും ഞാൻ എപ്പോഴും എനിക്ക് തോന്നുന്ന സിനിമ ചെയ്തതിന് ശേഷം നമ്മുടെ വർക്കൗട്ട് ഒരുപാട് രജിസ്റ്റർ ആവാതിരിക്കുക, അല്ലെങ്കിൽ ആൾക്കാർ കോസ്റ്റ്യൂംസ് നന്നായിട്ടുണ്ടെന്ന് പറയാതിരിക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോഴും വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ആർട്ട് വല്ലാതെ നന്നായിട്ട്, അല്ലെങ്കിൽ മ്യൂസിക് അങ്ങനെ പറയുമ്പോൾ ആ ഒരു സെക്ഷൻ ഒരുപാട് മോശം നിൽക്കുന്നു വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. അപ്പോൾ ഈ സിനിമയിൽ എനിക്ക് തോന്നുന്നു ഇതുവരെയായിട്ട് ആരും അതിനെപ്പറ്റി വലിയ കാര്യമായിട്ട് പറയാതിരിക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ വിജയം. പടം എന്ന് പറയുന്നത് നമുക്ക് പൃഥ്വിരാജ് തന്ന ഹൈപ്പ് പോലെ അത്രയ്ക്ക് വലിയ ഹൈപ്പ് കൊണ്ടില്ലെങ്കിലും പടം തുടക്കം മുതൽ അവസാനം വരെ നന്നായിട്ട് ത്രില്ലടിപ്പിച്ചു. പിന്നെ മോഹൻലാലിൻ്റെ ഓരോ എൻട്രിയിലും നമ്മൾ ഇങ്ങനെ എന്താ പറയുക, റൊമാൻറ്റിഫിക്കേഷൻ ആയിരുന്നു ഭയങ്കര. പിന്നെ ഈ പറയുന്ന പോലെ ഫുള്ളി ഭയങ്കര എൻ്റർടൈൻമെൻ്റാണ് പടം കണ്ടിരിക്കാനായിട്ട്. അങ്ങനെ ഓരോ സെക്കൻഡ്സിലും നമുക്ക് ഈ പറയുന്ന പോലെ അടുത്ത് എന്താവും എന്നൊരു പ്രതീക്ഷ. പിന്നെ ഈ പറയുന്ന മോഹൻലാലിൻ്റെ സ്വാഗ് ഭയങ്കര രസമായിട്ടുണ്ട്, ഭയങ്കര രസമായിട്ട്. അടിപൊളി പടം.